നല്ല ടേസ്റ്റിലും എളുപ്പത്തിലും ബീഫ് കറി എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കിയാലോ. അതിനായിട്ട് ഇതാ നല്ല ചൂടുള്ള ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് പച്ചമുളകും ഇഞ്ചിയും കുനുകുനാ അരിഞ്ഞ തേങ്ങാക്കൊത്തും പിന്നെ ആവശ്യത്തിന് വെളുത്തുള്ളിയും പിന്നെ ഇതാ സവാളയും ചേർത്ത് നല്ലോണം വഴറ്റി വേപ്പില ഇട്ട് കൊടുക്കുക. അതിനുശേഷം എന്താ ഗരം മസാലയും മല്ലിപ്പൊടിയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും എല്ലാം ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ആ മിക്സിലേക്ക് ഇതാ അടിച്ചു വെച്ച തക്കാളി പേസ്റ്റ് കൂടി ചേർത്ത് കൊടുത്ത് നല്ലോണം അങ്ങോട്ട് വഴറ്റിയെടുക്കുക. അയലോക്കത്തുള്ളവരൊക്കെ ചുമച്ചോടാൻ വേണ്ടി നമ്മൾ കാത്തിരിക്കണ്ട കേട്ടോ. ഈ മിക്സ് അധികം കരിഞ്ഞു പോവാതെ തന്നെ ഇതാ ഇത്രയും ആയാൽ മതി. നമുക്കിതാ ഒരു കുക്കർ എടുത്ത് വെച്ച് ഈ മിക്സ് ആ കുക്കറിലേക്ക് പകർത്താം. അതിനുശേഷം എന്താ നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ബീഫ് ഈ മിക്സിലേക്ക് ഇട്ട് നന്നായിട്ട് ബീഫും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക കേട്ടോ. എന്നിട്ട് ഇതാ ഈ ചീനച്ചട്ടി നമ്മൾ കഴുകി ആ ചീനച്ചട്ടിയിലുള്ള വെള്ളം മാത്രമാണ് കേട്ടോ ഈ കുക്കറിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. ബീഫിൻ്റെ വേഗമാകുന്നവരെ കുക്കറിൻ്റെ വിസിൽ വന്നതിന് ശേഷം നമുക്കിതാ തുറന്ന് നോക്കാം. ഇതാ നല്ല സൂപ്പറായിട്ടുള്ള ബീഫ് കറി റെഡി ആയിട്ടുണ്ട്. ചോറിന് മാത്രമല്ല പൊറോട്ടയുടെ കൂടെയും പുട്ടിൻ്റെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയും ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളി കറിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, ബൈ.